കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പോസിറ്റീവ് ന്യൂസുകൾ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 0.30% ഇടിഞ്ഞ് 24,426 ക്ലോസിംഗ് നൽകിയിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.41%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.29% ഇടിഞ്ഞു. അമേരിക്ക ഏർപ്പെടുത്തിയ 50%-ഓളം താരിഫ് പ്രാബല്യത്തിൽ വന്നതിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചത്. കൂടാതെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് ഇടിഞ്ഞതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയ തുടർച്ചയായ സെല്ലിങ്ങും കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നതിന് പ്രേരിപ്പിച്ചു. അതേസമയം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഡേറ്റ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന GDP ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7.4% നിന്നും GDP ഗ്രോത്ത് 7.8% ഉയരുകയും ചെയ്തു. GDP ഗ്രോത്ത് ഉയർന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കൺസ്യൂമർ സ്പെൻഡിങ്ങിലുണ്ടായിരിക്കുന്ന വർധനവാണ്. കൺസ്യൂമർ സ്പെൻഡിങ് 57%-ഓളം ഉയരുന്നതും കൺസ്യൂമർ സ്പെൻഡിങ് 57%-ഓളം ഉയർന്നത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് തന്നെ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് 7.7%-ലേക്ക് ഉയർന്നു. 4.8% നിന്നും 7.7%-ലേക്കാണ് മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഉയർന്നത്. കൺസ്ട്രക്ഷൻ സെക്ടർ 7.6% കോൺട്രിബ്യൂഷൻ നൽകുകയും അഗ്രികൾച്ചർ സെക്ടർ 3.7% കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്തു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന രീതിയിലുള്ള GDP ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തെ പോസിറ്റീവ് അപ്ഡേറ്റ്, ജപ്പാൻ വരുന്ന 10 വർഷത്തിനുള്ളിൽ 10 ട്രില്യൺ യെന്നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്താൻ തയ്യാറായി എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ്. ക്രിട്ടിക്കൽ മിനറൽസ്, ഡിഫൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ സെക്ടറുകളിലായിരിക്കും ജപ്പാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ജപ്പാൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ചൈനയുടെ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന സപ്പോർട്ടിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ഇൻഡെക്സ് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നത് കൊണ്ട് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗിന് ശേഷം സ്റ്റോക്ക് 2%-ഓളം ഇടിഞ്ഞിരുന്നു. സ്റ്റോക്ക് 2%-ഓളം ഇടിഞ്ഞെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് അനലിസ്റ്റുകൾ റിലയൻസ് ഇൻഡസ്ട്രീസിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗിലെ ചില പ്രധാന ഹൈലൈറ്റുകൾ കൂടി മനസ്സിലാക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ന്യൂ എനർജി തുടങ്ങിയ സെക്ടറുകളിലേക്ക് കമ്പനി അഗ്രസീവ് എക്സ്പാൻഷൻ നടത്തും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകളായിരുന്നു നമ്മൾക്ക് റിലയൻസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ കാണാൻ സാധിച്ചത്. ആനുവൽ ജനറൽ മീറ്റിംഗിൽ റിലയൻസ് ഇൻ്റലിജൻസ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി റിലയൻസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും മെറ്റയുമായി സഹകരിച്ചായിരിക്കും റിലയൻസ് ഇൻ്റലിജൻസ് എന്ന ഒരു സബ്സിഡറി കമ്പനി ഉടൻ തന്നെ റിലയൻസ് ലോഞ്ച് ചെയ്യുക. രണ്ടാമത്തെ പ്രധാന അപ്ഡേറ്റ്, റിലയൻസ് ജിയോയുമായി ബന്ധപ്പെട്ട IPOയുടെ ഡേറ്റും റിലയൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. 2026-ലായിരിക്കും റിലയൻസ് ജിയോയുടെ IPO പുറത്തു വരാൻ പോകുന്നത്. ന്യൂ എനർജി ബിസിനസ്സിൽ കമ്പനി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് റിലയൻസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത്. ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ് ഇന്ന് കാണുന്ന അത്രയും വിപുലമായ രീതിയിൽ വരും സമയങ്ങളിൽ റിലയൻസിൻ്റെ ന്യൂ എനർജി ബിസിനസ്സും വളരാൻ സാധ്യതയുണ്ടെന്നും റിലയൻസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ റിലയൻസ് റീറ്റെയിൽ 20% CAGR കൂടിയുള്ള വളർച്ച വരുന്ന 3 വർഷത്തിൽ കൈവരിക്കും എന്നാണ് റീറ്റെയിൽ ഹെഡായ ഇഷ അംബാനി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ഫുഡ് പാർക്ക് നിർമ്മിക്കാനും റിലയൻസ് റീറ്റെയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. ആനുവൽ ജനറൽ മീറ്റിംഗിന് ശേഷം സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്യുവർലി ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള റീസൺസിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയിരുന്നു. ആ ഒരു സെല്ലിംഗ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ സ്വാധീനിക്കുകയും ചെയ്തു. കൂടാതെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2025-ൽ
ഇൻവെസ്റ്റേഴ്സ് 2025 റിലയൻസ് ജിയോയുടെ IPO പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ IPO 2026 വരാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ് ഇപ്രാവശ്യത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് നൽകിയിരിക്കുന്നത്. കൂടാതെ റിലയൻസ് റീറ്റെയിലിൻ്റെ ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ട സമയപരിധി വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ IPOയുമായി ബന്ധപ്പെട്ട ടൈം സ്ലോട്ടോ ടൈം ഷെഡ്യൂളോ ഒന്നും നൽകിയതുമില്ല. ഇതൊക്കെ റിലയൻസ് എന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് നെഗറ്റീവായതിന് പിന്നിലെ പ്രധാന കാരണമാണ്. അതേസമയം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാമെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത്. വരും സമയങ്ങളിലും കമ്പനി മികച്ച രീതിയിലുള്ള ബിസിനസ് മോഡൽ എക്സിക്യൂഷനും അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സുകളും മികച്ച രീതിയിലുള്ള വളർച്ചയും റിലയൻസിൻ്റെ ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. കൂടാതെ റിലയൻസ് ജിയോയുടെയും റിലയൻസ് റീറ്റെയിലിൻ്റെയും IPOയും വരും സമയങ്ങളിലും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും